Hi guys! Hello guys! Welcome to Aparna Thomas official YouTube channel or welcome back to Aparna Thomas official YouTube channel. അല്ല ആദ്യമായിട്ട് കാണുന്നവർക്ക് വെൽക്കം, സ്ഥിരം കാണുന്നവർക്ക് വെൽക്കം ബാക്ക്. ആദ്യമായിട്ട് കാണുന്നവർക്ക് പട്ടി, സ്ഥിരം കാണുന്നവർക്ക് ഗ്രേ. ഗ്രേയുടെ പൂട ഇവിടെ. ഞാനില്ലേ നിങ്ങൾക്ക് ഗ്രേ ദേഷ്യപ്പെടണം കാണിച്ചേ. ഗ്രേ ദേഷ്യപ്പെടണം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഗ്രേ ഷിജുനെ അറ്റാക്ക് ഞാൻ അപ്പനെതിരെ കൊടുക്കട്ടെ. അപ്പോ നമ്മള് പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. പുതിയൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കാണ്. ഇത് പുതിയൊരു ചലഞ്ച് അല്ല, ഒരുപാട് ആൾക്കാർ സ്ഥിരം ചെയ്ത് പഴകിയ ഒരു ചലഞ്ച്. അതിന്റെ ഞങ്ങളുടെ വെർഷൻ. ഓക്കെ, ചില ആൾക്കാർ ഇതിനെ ഷോ ഓഫ് എന്ന് വിളിക്കും. വിളിച്ചാലും ഒരു കുഴപ്പമില്ല. ഇതെന്ത് ഷോ ഓഫ്? എയർപോഡ്സ് മാക്സ് യൂസ് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. നമ്മള് ടർക്കി ഇസ്താംബുളിൽ അവിടെ പോയപ്പോൾ എയർപോഡ്സ് മാക്സ് ഒന്നും ഷോ ഓഫ് അല്ല, ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. യൂസ് ചെയ്യാത്ത ഒരാളെ ആപ്പിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്ക് പുതിയൊരു എക്വിപ്മെന്റ് തലയിൽ ഇങ്ങനെ വെച്ച് എനിക്ക് മറ്റേ VR വാങ്ങിക്കണം. ഇത് യൂസ് ചെയ്യാത്ത ഒരാളെ പറയാമോ? ആരാണ്? ഷിജു. എനിക്ക് ഷിജുവിനും അതില്ല അല്ലേ. VR ലൈക്ക് പാവങ്ങൾ. ഓക്കെ, അപ്പോ നമ്മൾ തുടങ്ങാൻ പോണ്. കോളിംഗ് മീ ലൈക്ക് വെൽക്കം ബാക്ക്. എൻ്റെ കോളിംഗ് മീ കളഞ്ഞു, അതുകൊണ്ട് എൻ്റെ സങ്കടത്തിലാണ് ഞാൻ. അവൻ അവിടെ നിന്നോട്ടെ. ബാ ചലഞ്ച് ചലഞ്ച് ചലഞ്ച്. നമ്മുടെ ചാലഞ്ചിന്റെ പേരാണ് ഐഡന്റിഫൈ. എന്താണ് ഇതിന്റെ പേര്? ഐഡന്റിഫൈ ദ അല്ല, വിസ്പർ. വിസ്പർ അല്ല, പക്ഷേ ഇത് അലറലാണ്. വിസ്പർ ചാലഞ്ച്. വിസ്പർ അല്ലെങ്കിൽ ഇത് സ്റ്റേ ഫ്രീ ആയിരിക്കും. നല്ല കോമഡി ആയിരുന്നില്ലേ? നോ ഗൈസ്, നിങ്ങൾ പിന്നെ വീഡിയോ കണ്ടു പോകുമ്പോൾ ഈ കൗണ്ടർ എടുത്തോണ്ട് പോക്കോളൂ. വീട്ടിലെവിടെ കളഞ്ഞു. ഇത് വിസ്പർ ചാലഞ്ച് അല്ല, വിസ്പർ അല്ലെങ്കിൽ സ്റ്റേ ഫ്രീ. അല്ലെ പുതിയതുണ്ട്, ന്യൂ അങ്ങനെയും ആവാം. ഓക്കെ, അപ്പൊ ഇതിന് വിസ്പർ ചാലഞ്ച് എന്ന് വിളിക്കാം. വിസ്പർ ചാലഞ്ച് നമ്മുടെ എഡിഷൻ. ആരാണ് ആദ്യം പാട്ട് കേൾക്കുന്നത്? ആരാണ് ആദ്യം വേർഡ് പറയുന്നത്? ലേഡീസ് ഫസ്റ്റ്. അതുകൊണ്ട് ഷിട്ടു ആദ്യം പാട്ട് കേട്ടോളൂ, ഞാൻ പറയാം. ഓക്കെ, ഒന്നുമില്ല. ഈ എയർപോർട്ട്സ് ഒക്കെ ഒരു പാട്ടിടും, ഞാൻ പറയും. ഞാൻ പറയുന്നത് ഷിട്ടു എന്താണെന്ന് എൻ്റെ വായുടെ ചലനത്തിലൂടെ, നാവിലൂടെ ഷിട്ടു മനസ്സിലാക്കണം. ദാറ്റ്സ് ഓൾ, സിമ്പിൾ ഗെയിം. എനിക്ക് മ്യൂസിക് വെച്ച് തരണം. ഇല്ലടോ. അപ്പം ഷിട്ടു മ്യൂസിക് ഇടും, ഞാൻ പറയും. എൻ്റെ ലിപ്പിൽ നിന്ന് ഷിട്ടുന് പിടിക്കണം. ഓക്കെ, ഇപ്പൊ മ്യൂസിക് ഇല്ല കേട്ടോ. മ്യൂസിക്. നാഗച്ചേച്ചിയുടെ ഡയലോഗിന് കൊടുക്കാം. നിന്നെ ഞാൻ തുപ്പും. നിന്നെ ഞാൻ തുപ്പും. കിട്ടി. നിന്നെ ഞാൻ തുപ്പും. ഊറി എറിയും. നിന്നെ ഞാൻ തുപ്പും ഡാഷ് എറിയും ബൈ നാഗച്ചേച്ചിയുടെ ഡയലോഗ്. കറക്റ്റ് അല്ലേ? കറക്റ്റ്. ഇതേപോലുള്ള സാധനങ്ങൾ തരണം. ഓക്കെ, അടുത്ത എനിക്ക്. ജീവയുടെ മ്യൂസിക് ഓൺ ആണ്. വേർഡ് പറയാൻ പോവാ. അതൊക്കെ എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തൊക്കെയാണോ ഇവിടെ നടക്കണേ? എനിക്ക് പെട്ടെന്ന് നടക്കുന്നേ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടി. അതില് ഞാൻ പിടിച്ചു. അങ്ങനെയല്ലേ? നിന്നെ ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. ഇത് നോയ്സ് ക്യാൻസലേഷൻ ആണോ? ഞാൻ അറിയാതെ ഞെക്കിയിട്ടുണ്ട്. ഓക്കെ, പാട്ട് വെച്ചടാ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അടുത്ത നമ്മൾ എന്ത് ഡയലോഗ് കൊടുക്കും ഗൈസ്? ഓക്കെ, പൊന്നു സഖി എന്തിനാ കൊടുത്താലോ? റെഡി? റെഡി. എന്തിനാ? എന്തിനാ?
പൊന്ന് പൊന്ന് സഖി എന്തിനാ? പൊന്ന് സഖി എന്തിനാ? സൗണ്ട് കൂടി പോകുന്നുണ്ടോടാ എന്റെ? പൊന്നു സഖി എന്തിനാ പിണക്കമിന്നോട്? ഞാൻ കീറി പൊളിക്കുന്നുണ്ട് അതാ. ആ കറക്റ്റ്. 1 2 1. ഓക്കെ ഓക്കെ റെഡി. മ്യൂസിക്. ഞങ്ങൾക്കും കൂടെ കേൾക്കണം. സമയപ്രാവശ്യോ? ഞാൻ പഴയ ജിംനാസിയ. എന്നെ നോക്കി എന്നിട്ട് പയ്യെ പറ. ഞാൻ പഴയ ജിംനാസിയ. എന്താ? ഞാൻ പഴയ ജിംനാസിയ. അയ്യോ അയ്യോ തോറ്റേ. പറ. ഞാൻ പഴയ ജിംനാസിയ. ഞാൻ പഴയ ആണോ? ജിംനാസിയ. ഞാൻ പഴയ കറക്റ്റ് ആണോ? ബാക്കി പറ. ജിംനാസിയ. ഞാൻ പഴയ ഇല്ലൂമിനാറ്റി ആണോ? അല്ല ഞാൻ പഴയ ജിംനാസിയ. ചിമ്പാൻസി ആണോ? ഞാൻ പഴയ ചിമ്പാൻസി ആണോ? നീ പഴയതല്ല, നീ ഇപ്പോഴും ചിമ്പാൻസിയാ. ഞാൻ പഴയ ജിംനാസിയ. ഞാൻ പഴയ കറക്റ്റ് ആണോ? ബാക്കി പറ. ഞാൻ പഴയ ജിംനാസിയ. ഞാൻ പഴയ സിംഹാസനമാണോ? പറയട്ടെ, ഞാൻ പഴയ ജിംനാസിയ. അയ്യോ പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. യു മെയ്ഡ് ഇറ്റ് ഫൺ. അയ്യോ. നൈസ്. റെഡിയാണോ? റെഡി. മ്യൂസിക്. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്ന. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് KK ജോസഫ്. അതെന്താണെന്നറിയോ? അപ്പു ഓഫി ഞാൻ പഴയ ജിംനാസിയ എന്നോട് പറയാൻ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞങ്ങനെ അപ്പൊ അങ്ങനെ പറയണ്ട. തരാം. അങ്ങനെ പറയണ്ട. റെഡി. അയ്യോ നിക്ക്, ഞാൻ ആലോചിക്കട്ടെ. പറയട്ടെ. ഞങ്ങൾക്കും കൂടെ കേൾക്കണം. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. തുറന്ന് പറയടി. ഞാൻ പറഞ്ഞോക്കല്ലേ. തുറന്ന് പറ. നീ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ. ഇത് വെച്ചിട്ടേ തുറന്ന് പറയടി. അപ്പം 3 2 അല്ലേ? അല്ല 4 2. ചിട്ടു പറഞ്ഞ ആദ്യം 4 2. ഞാൻ ഇത് പറഞ്ഞ എന്നാൽ ലീക്കിലാവുള്ളൂ. ചേട്ടാ ഇങ്ങനെ ഒരുപാട് ഓർക്കണ്ട, മെല്ലെ പറയാ. കിട്ടണില്ലേ മാത്രം അങ്ങനെ ചോദിച്ചാൽ മാത്രം പറയാം. ഓക്കെടാ. ഓക്കെ. ഞാൻ ഭയങ്കര ഇയറായിട്ട് ഭയങ്കര കൈ കഴിഞ്ഞ് അവർക്ക് അഹങ്കാരം കൊടുത്തു. മ്യൂസിക് ഓൺ റോളിംഗ്. ഏതാടാ കൊടുക്കുന്നത്? ഏതാ? അമ്പാനെ ശ്രദ്ധിക്ക് കൊടുത്താലോ? എല്ലാവർക്കും അറിയാം. റെഡി. ഒരുപാട് ഓർക്കണ്ടാ. ഞങ്ങൾക്ക് കേൾക്കണം ചേട്ടാ. അയ്യോ ഇങ്ങനെയാണോ ഞാൻ പറയണേ? അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. നോക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. ഇങ്ങനെയൊക്കെ കാണിക്കണ എന്തിനാ? അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. പ്രാണസഖി. ഞാൻ അല്ല. അമ്പാനെ ശ്രദ്ധിക്ക്. മനസ്സ് ചോദിക്കണോ? തരാ. ഞാൻ ഇപ്പൊ തരാം. അമ്പാനെ ശ്രദ്ധിക്ക്. മനസ്സുതി. മനശ്രുതി. ശ്രുതി. അമ്പാനെ ശ്രദ്ധിക്ക്. കമ്പി. അയ്യോ അയ്യോ അതല്ല അവസ്ഥയല്ല പറഞ്ഞത്. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. അമാനുഷതി. അമാനുഷിക ശക്തി. അമാനുഷിക ശക്തി. അമ്പാനെ ശ്രദ്ധിക്ക്. എന്തോ സതി. സതി നിർത്തലാക്കി. അമ്പാനെ ശ്രദ്ധിക്ക്. അമ്പാനെ ശ്രദ്ധിക്ക്. ബാല്യകാല സഖി. കഴിഞ്ഞു. അറിയില്ല. അമ്പാനെ ശ്രദ്ധിക്ക്.
ഞാൻ പറയാനല്ലോ ശ്രദ്ധിക്കമ്പാനെ. അടുത്ത റെഡി ഓക്കെ റോളിംഗ് ഏ റോളിംഗ് ആ റോളിംഗ്. കുമാരി മുറ്റമടിച്ചോ? കുറച്ചുകൂടെ ഒക്കെ കേട്ടോ. എലി മറ്റേ അപ്പം കൊണ്ട് പോകുന്ന പോലെ കാണിക്കാതെ കുമാരി കുമാരി മുറ്റമടിച്ചോ? കുമാരി ഉച്ചക്ക് ചോറ് കഴിച്ചോന്നു. കുമാരി വാവ് കുമാരി കുമാരി അത് കറക്റ്റ് ആണോ? ആ മുറ്റമടിച്ചോ? കുമാരി മീശ പഠിച്ചോന്നു. കുമാരി മുറ്റമടിച്ചോ? മുറ്റമടിച്ചോ? മീശമടിച്ചോ? ഇപ്പോഴാണ് ഈക്വൽ എന്റെ റൗണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം തിരിച്ചു, അപ്പൊ ഒരെണ്ണം തിരിച്ചു. മ്യൂസിക് ഓൺ. റെഡി. ഞാൻ നിന്റെ തന്തയാടാ തന്ത. ഞാൻ നിന്റെ തന്തയാടാ തന്ത. ഞാൻ നിന്റെ തന്തയാടാ തന്ത. തത്തകളെത്തി തത്തയും കല്യാണം. ഞാൻ നിന്റെ തന്തയാടാ. രാത്രി ശിവരാത്രി. രാത്രിയാണോ? അല്ല, ഞാൻ നിന്റെ തന്ത. ഞാൻ നിന്റെ തന്തയാടാ തന്ത. ഞാൻ നിന്റെ തന്തയാടാ തന്ത. തന്തന തന്തന തന്ത. ഞാൻ നിന്റെ തന്ത. ആണോ ആണോ? ഞാൻ നിന്റെ തന്ത. കറക്റ്റാ. എടുത്തോ. ഞാൻ നിന്റെ തന്തയാടാ തന്ത. ഞാൻ കണ്ട തന്തന തന്തന തന്ത. ഓക്കേ റെഡി റോളിംഗ് മ്യൂസിക്. കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയി. കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയി. ഓ ഒറ്റ ഇതില് പറഞ്ഞു. കേട്ടാ? ഞാനിത് എത്ര വർഷം പറഞ്ഞ കുന്തി ദേവി കിണ്ടി കഴുകാൻ പോയി. ഓക്കെ കഴിഞ്ഞ് ജയിച്ച് ഷിട്ട് ജയിച്ച്. ഇല്ല കറക്റ്റായി. ആണോ? ഇനി ഓരോ റൗണ്ട് പോട്ടെ. ഓരോ റൗണ്ട്. ഇത് ലാസ്റ്റ് റൗണ്ട്. ഓക്കെ ഓക്കെ ഒരു മിനിറ്റ്. വോളിയം റെഡി. കൺമണി അൻപോട് കാതലൻ. കൺമണി അൻപോട് കാതലൻ. കൊള്ളാം. കൺമണി കേട്ടവ മനസ്സിലായി. എനിക്ക് ലാസ്റ്റ്. ഓക്കെ ഓക്കെ മ്യൂസിക്. ഓ തും കുത്ത മേ കുത്ത വെരി ബാഡ്. ഓക്കേ അവസാനത്തെ റൗണ്ടാന്ന് കരുതി ചതിക്കരുത്. അല്ലല്ല നമുക്ക് കേൾക്കണം. തും കുത്ത മേ കുത്ത വെരി മാച്ച്. വല്യപ്പാച്ചിയോ? തും കുത്ത സ്മൂച്ച മേ കുത്ത മെഹൂത്ത. വെരി മാച്ച്. വല്യപ്പാച്ചി സ്മൂത്ത മെഹൂത്ത വല്യപ്പാച്ചി. ഇത് എന്തുവാ മോളെ? തും കുത്ത സമൂസ മേ കുത്ത സമൂസ ആണോ? വെരി വെരി മാച്ച്. സമൂസ വെരി വെരി മാച്ച്. മേക്കുത്ത കുത്ത വെരി വെരി മാച്ച്. അതൊന്നും കളിച്ച് തും കുത്ത മേക്കുത്ത വെരി വെരി മാച്ച്. പട്ടി ഞാൻ പട്ടിയിലട്ടാ. അയ്യോ ഇനി ഒരു രണ്ടുപേർക്കും ഓരോ സാധനം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞുതരാം. അത് പറയണേ. ഓക്കെ ഡയലോഗ് ഞാൻ പറഞ്ഞുതരും. ഡയലോഗ് ഞാൻ പറയില്ല. ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ഷൻ ഡയലോഗ് പറയണം. മറ്റേ നമ്മുടെ മറ്റേ നിന്റെ മൂന്ന് അങ്ങനത്തെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കൊടുക്കും. എങ്ങനെയുണ്ടാവും നോക്കാം. ഓക്കെ റെഡി. ഇവിടെ പണി നടക്കുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ അവിടെ ഒരു സൗണ്ട് കേൾക്കും ഇങ്ങനെ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ്. ഒരു രക്ഷയില്ലാതായിട്ടുണ്ട്. 3 മാസമായിട്ട് തുടങ്ങിയ പണി. നമുക്ക് എല്ലാ ദിവസവും വർക്ക് ഒക്കെ ഉള്ളതല്ലേ. മീൻ അവരുടെയും വർക്കാണ്, വി അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഭയങ്കര ശബ്ദം ബഹളം. ഓക്കെ മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടം കൂട്ടിക്കഴിച്ച് 4 നേരം ആസനത്തിൽ 4 നേരം സോറി 4 നേരം മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയ ആസനത്തിൽ പരമചറ്റകൾക്ക് ആ പേര് ചേരൂ. ഈ ഭരചന്ദ്രൻ ആ പേര് ചേരില്ല.
കറക്റ്റ് അല്ലേ? മോൻ തോമസിന്റെ സിനിമ ഡയലോഗ് തന്നെ അമേദ്യവും കൂട്ടിക്കൊഴിച്ച് ആസനത്തിൽ വാലും ചുരുട്ടി 4 നേരം മിഷ്ടാനം ഭോജിച്ച ആസനത്തിൽ വാലും ചുരുട്ടി. അല്ല ഏമ്പൊക്കെ അവിടെ പോയി. ഏമ്പൊക്കെ വിട്ടില്ല, ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഓ റെഡി? ആ ആ റെഡി. ലാലേട്ടൻ ഡയലോഗാ, പക്ഷേ സുരേഷ് ഗോപിയുടെ രീതി പറയാം മനസ്സിലാവില്ല. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ടി കയറ്റി കളിക്കല്ലേ, തോട്ടി കയറ്റി കളിക്കാൻ നോക്കല്ലേ. അങ്ങനല്ല. അതെ 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 അതെ. എന്നിട്ട് സുരേഷ് ഗോപിയുടെ ആക്ഷനും എന്നെ പറ്റിക്കാൻ. അല്ല അല്ല അല്ല. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി, ഇടഞ്ഞ കൊമ്പന്റെ പറ പറ കൃഷ്ണമണിക്ക് ഒന്നുകൂടെ പറ. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റി കളിക്കല്ലേ. പാടുപെടും. നീ ചവിട്ടി താഴ്ത്തു നിന്നെ ഞാൻ പാതാളത്തിലേക്ക്. കൊള്ളാം, കിറുക്കിറുക്കി. എനിക്കൊരു ഡയലോഗ് പറയാനുണ്ട്. എനിക്കൊരു ഡയലോഗ് കൂടെ പറയാം. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവണമെന്നില്ല. നല്ല പറയണ്ടേ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവണമെന്നില്ല. ഒന്നുകൂടെ പറ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവണമെന്നില്ല. പറ്റത്തില്ലെന്നാണോ അവസാനം? ഇത്ര ഉറക്കാണ് എന്റെ മുഖത്ത്. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ. രാമകൃഷ്ണന്റെ മൂത്തപുത്രൻ, കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ, അതാണോ സിനിമ ഡയലോഗാണ്? ഫേമസ് ഫേമസ് എന്താ? ഒന്നുകൂടെ പറ. ഫേമസ് പറ. ക്രീം സൗണ്ട്. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവണമെന്നില്ല. റെയിം മിസ്റ്റീരിയോ. ഒന്നുകൂടെ പറയോ? ഞാൻ നല്ല ഉറക്കല്ലേ ഉറക്കല്ലേ. ഇത് ഓക്കെയാ. ഇനിയും പറ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി റേം മസലാളി. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവും. ഓ കിട്ടുന്നില്ല, ടഫാ. പറയട്ടെ. ക്രീം ബിസ്ക്കറ്റിൽ ക്രീം ഉണ്ടെന്ന് കരുതി ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവണമെന്നില്ല. സന്തോഷ് പണ്ഡിറ്റ്ജി. എന്നാ ഞാൻ ഒരെണ്ണം തരാം ലാസ്റ്റ്. ഇത് ഗെയിമിലില്ലാത്തല്ലേ? അല്ല ഗെയിമിലിട്ടോ. ഞാൻ നല്ല വായ ബെളുബിളൂന്നല്ലേ പറഞ്ഞത്, നല്ല തുറന്നാ പറഞ്ഞത്. സന്തോഷ് പണ്ഡിറ്റ് തന്നെ കൊടുക്കാം. കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. ഇല്ല. എന്തില്ല? കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. കോഴിയാണെന്ന് വിചാരിച്ച കോഴി മുട്ടയാവണമെന്നില്ല. സാധനത്തിന് കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയാണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. കോഴി മുട്ട ഒന്നൂടെ കറുത്താവണമെന്നില്ല. ഒന്നൂടെ. കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. കോഴി ആവണമെന്ന് വിചാരിച്ച കോഴി മുട്ടയാവണമെന്നില്ല. കോഴി കറുത്തതാണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്തതാവണമെന്നില്ല. ഇത്രയും വലുതാക്കാൻ പറ്റും. കോഴി കറുത്താണെന്ന് വിചാരിച്ച് കോഴിയുടെ മുട്ട കറുത്താവണമെന്നില്ല. സന്തോഷ് പണ്ഡിറ്റടാ. സന്തോഷ് പണ്ഡിറ്റ് ഡയലോഗ്സ് അടിപൊളിയാണ്. You can do that. Do can I that? അല്ലല്ല. You can do that. Do can I that? കിടിലൻ. പക്ഷേ നല്ല നല്ല ഗെയിമായിരുന്നു. നല്ല ചലഞ്ച്. നല്ല ഗെയിമായിരുന്നു. അങ്ങനെ വിജയകരമായി നമ്മൾ അടുത്ത പൂർത്തിയാക്കിയിരിക്കുന്നു. ക്ഷീണിച്ചു. ഇത് ഈക്വലാ. അടുത്ത ചലഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ. നമ്മുടെ ചാനലിന്റെ പേര് മാറ്റിയാലോ? ചലഞ്ച് ചാനൽ CC ചാനൽ. ഓക്കെ. അപ്പോ ബൈ ബൈ ഗൈസ്. ടേക്ക് കെയർ. ബൈ.